മഞ്ജുവിന് മുമ്പേ മോൾക്കൊരു കുഞ്ഞ് ജനിക്കണമെന്നാ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നതും. അതെന്താ അങ്ങനെ? പ്രായം കൂടിയ ആൾക്ക് ആദ്യം കുഞ്ഞ് ജനിക്കണം. ഇതുകൊണ്ട് തന്നെയാ അരുൺ സാറ് സംശയിക്കുന്നെ അപ്പച്ചിയെ. അവനെന്താ സംശയം? ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്നെ കാട്ടിക്കളഞ്ഞ അമ്മ അപ്പച്ചിയാണോന്ന്. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ. ഒരു ദിവസം ഞാനിവിടെ ഉള്ളപ്പോഴും ഇതേ ചോദ്യം ആവർത്തിച്ചല്ലോ. എനിക്കറിയാം, അപ്പച്ചിയെ പോലുള്ള അമ്മമാര് ഒരിക്കലും അങ്ങനെയുള്ളൊരു പാപം ചെയ്യില്ല എന്ന്. ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചിട്ട് അതിനെ കൊല്ലാൻ തന്നെ കാട്ടിൽ കളഞ്ഞ അവരുടെ മനക്കെട്ടി നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരിക്കും അപ്പച്ചി. അതുകൊണ്ടാ മരണം വരെയും അവരെ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞത്. താൻ പറഞ്ഞത് ശരിയാ കണ്ണ. ദേവയെ വഞ്ചിച്ചതിനല്ല, വേദനിപ്പിച്ചതിന്, അറിഞ്ഞോ അറിയാതെയോ കരയിപ്പിച്ചതിന് എനിക്ക് കിട്ടിയ തിരിച്ചടിയ ഇപ്പോഴത്തെ എന്റെ ഈ ജീവിതം. സ്നേഹിക്കാൻ ഇപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ട്, പക്ഷേ അത് സ്വന്തമല്ല. എങ്കിലും എന്റെ പെങ്ങളുടെ മോള് എനിക്കെന്റെ സ്വന്തം മോളെ പോലെ തന്നെയാ. പക്ഷേ ദേവയ്ക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് മോനായാലും മോളായാലും ആ കുഞ്ഞെന്നെ സ്നേഹിക്കണ്ട. പക്ഷേ ദൂരെ മാറിയെന്നെങ്കിലും എനിക്ക് ആ കുഞ്ഞിനെ കാണണമെന്നുണ്ട്. അതിന് അങ്ങനൊരു കുഞ്ഞുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. തനിക്ക് ഞങ്ങളുടെ കഥകളൊക്കെ അറിയാം, ദേവേ അറിയാം. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് ഞങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് തന്നെ പോലെ ഒരാൾ കടന്നു വന്നിട്ടില്ല. അങ്ങനെയുള്ള തനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ദേവയ്ക്കൊരു കുഞ്ഞില്ലാന്ന്? ഞാൻ അധികം കള്ളം പറയുന്ന കൂട്ടത്തിലൊന്നുമല്ല. അത് അനിയനോട് ചോദിച്ചാ പറഞ്ഞത്. 10-25 കൊല്ലം ഒന്നും അന്വേഷിക്കാതെ നടന്നു. അമേരിക്കയിലൊക്കെ പോയി പേരെടുത്തു. പിന്നെ ഇപ്പോഴാ പേരിനൊരു കുഞ്ഞു വേണം തോന്നിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. ഇല്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ദിവസം ദേവയുടെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു. ആ നാഗക്ഷേത്രത്തിൽ വെച്ച്. അതേപ്പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആട്ടിയല്ലേ വിട്ടത്. എന്റെ മനസ്സെന്നോട് പറയുന്നു എന്റെ കുഞ്ഞ് അടുത്തെവിടെയോ ഉണ്ടെന്ന്. അങ്ങനത്തെ ചില സ്വപ്നങ്ങളും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവരുതെന്നാണ് എന്റെ പ്രാർത്ഥന. അതെന്തിനാ താൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? തന്റെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ പിന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. താൻ തന്റെ വഴിക്ക് പോകും. അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവും. അവിടെയെല്ലാം തലവേദന ഉണ്ടാകുന്ന എനിക്കാടൂ. ഞാൻ ഒരിക്കലും ആ കുഞ്ഞിന്റെ അവകാശം സ്ഥാപിക്കാൻ പോവില്ല എന്നൊക്കെ താൻ ഇപ്പൊ പറയും. താനാണ് അച്ഛനെന്ന് പറയില്ലായിരിക്കും. എങ്കിലും പിന്നീട് തന്റെ കുട്ടിയെ കാണാൻ താൻ അവസരം ഉണ്ടാക്കും. അതൊക്കെ വിട്ടുകളാ. ഇപ്പൊ എനിക്ക് ഒരേ ഒരു ചോദ്യത്തിന്റെ ആൻസറാ കിട്ടേണ്ടത്. അന്ന് ദേവയുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് ജനിച്ചോ ഇല്ലയോ? അതിനുള്ള മറുപടി മാത്രം കിട്ടിയാൽ മതി. അത് കണ്ടെത്താൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ദേവയ്ക്കിപ്പോ എത്ര കുട്ടികളുണ്ടെന്ന് താൻ അറിഞ്ഞോ? ഇല്ല. ഹസ്ബൻഡും കുട്ടികളും അവള് സുഖമായിട്ട് ജീവിക്കുകയാണെന്ന് അരുന്ധതി എപ്പോഴോ പറഞ്ഞിരുന്നു. അപ്പോ കുട്ടികളുണ്ട് ജീവ. അതിലൊരു കുഞ്ഞ് എന്റെ ആയിരിക്കുമോ? അന്ന് കുഞ്ഞ് ജനിച്ചെങ്കിൽ അതിനിപ്പോ ഒരു 10-21 വയസ്സായി കാണും. അതെ. പെൺകുട്ടിയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുടുംബമായിട്ട് താമസിക്കുന്നുണ്ടാവും. എനിക്ക് പെൺകുഞ്ഞുങ്ങളോടായിരുന്നു താല്പര്യം കൂടുതൽ. അത് അവൾക്കും അറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ലടോ. നിതയും ഇപ്പോഴത്തെ എന്റെ പോക്കിൽ സംശയിക്കുന്നുണ്ട്. ചിലപ്പോ തനിക്കും അവരുടെ വിളി വന്നേക്കാം. അതാണ് സഹിക്കാൻ കഴിയാത്തത്. താനൊരു പെൺകുട്ടിയുടെ മുന്നിലൂടെ വെറുതെ നടന്നുപോയാ സംശയിക്കുന്ന ഭാര്യ. അങ്ങനെയുള്ളപ്പോഴാ മുൻബന്ധത്തിലെ കുഞ്ഞിനെ തേടി താൻ നടക്കുന്നത്. എനിക്ക് നടന്നേ പറ്റൂ. ആ കുഞ്ഞിനെ അവൾ കളഞ്ഞെങ്കിൽ പിന്നെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിയില്ല. പക്ഷേ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ കാണണം. അതിന്റെ അരികിൽ എനിക്ക് എത്തണം. അല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. സത്യം പറഞ്ഞ ഇപ്പൊ പോകുന്നത് തന്നെ ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. കാർത്തുവിനേക്കാളും മഞ്ജു ഇപ്പൊ വെറുക്കുന്നത്
തന്നെയാണ്. എനിക്കറിയാം ശരത്തേട്ടാ. എന്നാലും മക്കളെ വെറുക്കാൻ ഏതെങ്കിലും അമ്മമാർക്ക് കഴിയോ? അവൾ എന്ത് പറഞ്ഞാലും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നിൽക്കരുത്. അനുനയിപ്പിക്കാൻ നോക്കണം. അതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും താൻ പോയി കഴിയുമ്പോ ആലോചിച്ച് രക്തം തിളപ്പിക്കാൻ ഒരവസരം ഉണ്ടാക്കണ്ട. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. പിന്നെ കാർത്തൂനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. അതെന്തിനാ അങ്ങനെ ദേഷ്യം വരുന്നത്? കാർത്തൂനോടുള്ള സ്നേഹം തന്റെ ഉള്ളിൽ വെച്ചാ പോരെ? ആ കുട്ടിയെ കാണുമ്പോ അത് പ്രകടിപ്പിച്ചാ പോരെ? പിള്ളേരുടെ മുമ്പിൽ വെച്ച് കാർത്തൂന്റെ കാര്യം പറയുന്നത് എന്തിനാ? ഞാനല്ലല്ലോ പറയുന്നത്, അവൾ ഇങ്ങോട്ടല്ലേ. എന്തായാലും ശരി, കാർത്തൂനെ കുറിച്ച് മഞ്ജു മോശമായിട്ട് സംസാരിക്കുമ്പോ താൻ പരിസരം മറന്ന് പ്രതികരിക്കാറുണ്ട്. ആ, അതവളുടെ ജനനത്തെ പറ്റി പറയുന്നോണ്ടാ, അവളുടെ അമ്മയെ കുറിച്ച് പറയുന്നോണ്ടാ. അതിലെന്താ തെറ്റ്? എനിക്കും കാർത്തൂന്റെ അമ്മയെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നും പറയാനില്ല. മകളെ കളഞ്ഞൊരു അമ്മയെ കുറിച്ച് അല്ലെങ്കിൽ ആരാ നല്ലത് പറയുന്നത്? അവരേതായാലും മോശം മാർഗത്തിൽ സഞ്ചരിച്ചിരുന്നൊരു സ്ത്രീയാ. അതുകൊണ്ടാ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞത്. ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ അവര് കളഞ്ഞു കാണും, എപ്പോ എവിടാണെന്ന് പോലും ഓർക്കാതെ. അവരെ സമൂഹം വിളിക്കുന്നൊരു പേരുണ്ട്. ആ പേര് ഇനി മഞ്ജു വിളിക്കാൻ നോക്കിക്കൊള്ളണം. ശരത്തേട്ടനെ പോലൊരാള് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ സംസാരിച്ചത് കാർത്തൂനെ കുറിച്ചല്ലോ, ആ കുട്ടിയുടെ അമ്മയെ കുറിച്ചാണ്. അത് ഞാൻ എവിടെയും പറയും. മക്കളെ കളയുന്ന അമ്മ ഒരു സ്ത്രീ അല്ല. അവരൊക്കെ പുറത്തു പറയാൻ പാടില്ലാത്ത കുലത്തിൽ ജനിച്ചവരാണെന്ന് പറയേണ്ടി വരും. അല്ലാതെ നല്ല സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല. നമ്മള് കാണുന്ന ഡോക്ടറെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. ഒരു കാരണവശാലും പറയരുത്. ദേ, അരുണ അനാഥ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും ദിവസമായി. അവൾക്കും ഇതുവരെ വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കാണുന്ന ഡോക്ടറുടെ പേര് പറഞ്ഞു കൊടുത്താ അവിടെ കയറി ചെല്ലും രണ്ടെണ്ണം കൂടി. അതിന് മുൻകൈ എടുക്കുന്നതേ ഇപ്പൊ പോയ എന്റെ അമ്മ തന്നെയായിരിക്കും. അതെനിക്കറിയാം. അതുകൊണ്ടാ ചോദിച്ചിട്ട് ഞാനൊന്നും പറയാഞ്ഞേ. ജീവൻ ഡോക്ടറുടെ ഭാര്യ സംശയരോഗിയാണെങ്കിലും അങ്ങേരെ എനിക്ക് വിശ്വാസമുണ്ട്. മിക്കവാറും എന്റെ ആഗ്രഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ പകുതി സമാധാനായി. പിന്നെ ആരുടെ മുന്നിലും ചൂളി നിൽക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്നെക്കാൾ മുന്നേ അവൾ അമ്മയായ അതിനെയും കൊണ്ട് അരുണിനെയും കൂട്ടി മനഃപൂർവ്വം അവൾ ഇവിടെ വരും എന്നെ ഇടിച്ചു താഴ്ത്താൻ. നമ്മൾ പോയി കണ്ട മിക്ക ഡോക്ടർമാരും 10% പ്രതീക്ഷയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ ജീവൻ ഡോക്ടർ പകുതി പ്രതീക്ഷ തന്നിട്ടുണ്ട്. ഇത്തരം പല കേസുകളും സക്സസ് ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതാണ് എന്റെ ആത്മവിശ്വാസം. ഇവിടെ നമ്മൾ വിജയിക്കും അനന്തുവേട്ടാ. അടുത്ത ഓണത്തിനെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണാൻ നമുക്ക് കഴിയും. ദേ, കുഞ്ഞൊക്കെ ജനിച്ചു കഴിയുമ്പോ അമ്മയും മുത്തശ്ശനും ഒക്കെ ഓടി വരും. ഞാൻ എന്റെ കുഞ്ഞിനെ ഒരാളുടെയും കയ്യിൽ കൊടുക്കത്തില്ല. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊന്നും പറയാതെ കഴിയുമെങ്കിൽ അപ്പച്ചിയും കാർത്തുമൊക്കെ പോകുന്ന ആ നാഗക്ഷേത്രത്തില് നമുക്കും ഒന്ന് പോവാം. ചെറിയ ക്ഷേത്രമാണെങ്കിലും വലിയ ശക്തിയുള്ള ദൈവങ്ങളാ അവിടെ. എനിക്കും അവിടേക്ക് പോണമെന്നുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ശത്രുക്കളെ കാണേണ്ടി വരുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു പ്രാർത്ഥിക്കാനാ. നന്നായിട്ട് ദൈവങ്ങളെ വിളിക്കണം. വഴിപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തണം. എന്നിട്ട് തിരിച്ചു പോരണം. അല്ലാതെ അവിടെ ചെല്ലുന്നവരുടെ മുഖം നോക്കുന്ന എന്തിനാ? അവർക്കിപ്പോ അമ്മായി ഉണ്ടെങ്കിൽ ഓടി വന്ന് സംസാരിക്കത്തില്ലേ? എന്റെ അമ്മയോട് സംസാരിച്ചെന്ന് കരുതി നിനക്ക് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നെ വിട്ടിട്ട് ഇവിടുന്ന് പടിയിറങ്ങി പോയവരെ ഒന്നും എനിക്കിഷ്ടമല്ല. അവരുടെ അടുത്ത് സംസാരിക്കാനും താല്പര്യമില്ല. അതെങ്ങനെ പറയും? ഇവിടെ ഉണ്ടെന്ന് പറയണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നോ? ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ പോലീസുകാരല്ലേ കേറി നോക്കിയാലോ? എന്താ പറ്റിയത് ഉണ്ണിയേട്ടാ? ചെറിയൊരു കയ്യബദ്ധം. ഒരു പേഷ്യന്റിനെ. ബാക്കി പറയണ്ട. പേഷ്യന്റ് ഇപ്പോ ഗുരുതരാവസ്ഥയിലാണോ
അതോ ചത്തോ? ആള് പോയി കാണും. അപ്പൊ കൊലക്കുറ്റമാണ് കേസ്. ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാ, സൂക്ഷിച്ചും കണ്ടു ഓരോന്ന് ചെയ്യണോന്ന്, പഠിച്ചിട്ട് ചെയ്യണോന്ന്. ഒരു നേഴ്സ് എന്നെ ചോദിച്ചത്. അവര് മരുന്നുമാരെ എടുത്തു തന്നതാ. എന്തിനാ ഉണ്ണിയേട്ടാ കള്ളം പറയുന്നത്? ഡോക്ടർമാര് കുറിച്ചു കൊടുക്കുന്ന മരുന്നല്ലേ നഴ്സുമാർ എടുക്കുന്നത്. പോലീസുകാർ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പേ ഇറങ്ങി വാ. നീ എന്താ വിജിത എത്ര മനുഷ്യത്തില്ലാതെ സംസാരിക്കുന്നത്? പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും പിന്നെ ജയിലിലേക്കും എന്റെ പോക്ക്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പ്രശ്നം ഉണ്ടായതാ. അവിടുന്ന് ആരും കാണാതെ മുങ്ങുകയായിരുന്നു. ഹാ, അപ്പൊ പോലീസ് മാത്രമല്ല, ആ പേഷ്യന്റിന്റെ ബന്ധുക്കളും ഉടനെ ഇവിടെ വരും. മിക്കവാറും വീടിന് കല്ലെറിയും, വീട് കയറി ആക്രമിക്കുകയും ചെയ്യും. ആദ്യ ശമ്പളമൊക്കെ കിട്ടിയപ്പോ ഞാനും അമ്മയും കൊറേ സന്തോഷിച്ചതാ. ഇപ്പൊ അതിന്റെ ഇരട്ടി ചെലവ് വരുന്ന തോന്നുന്നേ. നീ ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ ഉടനെ കാണണം. എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കണം. ജാമ്യം കിട്ടുവോ? നല്ലൊരു വക്കീൽ വിചാരിച്ച കിട്ടും. അയാൾക്കും പൈസ കൊടുക്കണ്ടേ? അതിനെവിടുന്ന കാശ്? ഇതിപ്പോ നിങ്ങളുടെ ഏട്ടനെ എന്റെ പപ്പയും പോലെ നിങ്ങളും ജയിലിലേക്ക് പോവാ. അവിടെ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ അത് തടയാൻ പറ്റുമോ? വിജിതേ, തൽക്കാലം അങ്ങോട്ട് ചെല്ല്. അവര് വെറുതെ വന്ന് പിടിച്ചിറക്കി കൊണ്ടുപോണ്ട. വാ. അന്ന് എനിക്ക് വാക്ക് തന്നാ സാറേ, ഏട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈ നാട്ടുകാരുടെ വേദന അറിയുന്നൊരു ഡോക്ടറായിട്ട് ഉയരുമെന്ന. എന്നിട്ടിപ്പോ ഉയർന്നതോ? നാളത്തെ പത്രത്തിലൊക്കെ കാണുമല്ലോ കൊലയാളി ഡോക്ടറുടെ കഥ. കൊല്ലാനാണോടാ നിന്നെ ഞാൻ പഠിപ്പിച്ചത്? എന്താണൊന്നും മിണ്ടാത്തത്? ഞങ്ങൾ പോലീസുകാരുടെ അടുത്തല്ല, ഈ നിൽക്കുന്ന ആൾക്കാണ് നീ ഉത്തരം കൊടുക്കേണ്ടത്. ആ കൃഷി ഓഫീസർ കാർത്തികയെ കല്യാണം കഴിച്ചുകൊണ്ട് അതിന്റെ ജീവിതം രക്ഷപ്പെട്ടു. കണ്ണന്റെ താല്പര്യപ്രകാരം ഇവൻ കാർത്തികയെ കെട്ടിയിരുന്നെങ്കിൽ ആ കൊച്ചിപ്പ തിരിച്ചു വന്ന് കണ്ണന്റെ കൂടെ താമസിച്ചാലേ. ഇതിന് ജയിലിലടക്കണം സാറേ. ആൾക്കാരുടെ നെഞ്ചെടുപ്പ് നിലനിർത്തുന്നവരാ നല്ല ഡോക്ടർമാര്. ഇവനെ കാണുന്നവരുടെ നെഞ്ചെടുപ്പ് നിലയ്ക്കും. അതുപോലെ മരുന്ന് കൊടുക്കുന്നത്. കൊണ്ടുപോയിക്കോ സാറേ. ജയിലിലൊരുത്തൻ കിടപ്പുണ്ട്, എന്റെ മാമൻ. അയാളാ ഇവനെ വഷളാക്കിയത്. അയാൾക്കൊപ്പം ഇവനും പോയി കിടക്കട്ടെ. ഒരു ഡോക്ടറോടുള്ള റെസ്പെക്ട് ഒന്നും നീ പ്രതീക്ഷിക്കണ്ട. ഇവനെ പിടിച്ച് വണ്ടി കയറ്റി. കണ്ണനെ അമ്പലത്തിലുണ്ട്. ഓടക്കൊള്ളം പിടിച്ച് നിൽപ്പുണ്ട്. അവിടെ ചെന്ന് കാൽക്കൽ വീട്. എന്നാലും നിങ്ങൾ ചെയ്ത പാപം ഒന്നും തീരാൻ പോകുന്നില്ല. മുമ്പിൽ മുങ്ങിക്കുളിക്കാനൊരു പുഴയുണ്ട്. തൃപ്രയാറപ്പന്റെ മുമ്പിലൂടെ ഒഴുകുന്ന പുഴയാ. പക്ഷെ എത്ര മുങ്ങിക്കുളിച്ചിരുന്നാലും നിങ്ങൾക്ക് ഇവക്ക് രക്ഷയില്ല മാമി. കാരണം അവനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ പോലും ഇവക്ക് സങ്കടം കാണില്ല. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ ഏത് പെൺകുട്ടികളാണെങ്കിലും സ്നേഹിക്കും. അത് അവനല്ലെന്ന് ഏറ്റവും കൂടുതൽ നിശ്ചയമുള്ളത് ഇവക്കാ. പക്ഷെ നീ ഒന്നോർത്തോ, ദീപൻ ഒരിക്കലും എന്റെ അനിയനെ പോലെ മണ്ടനാവില്ല. ആ CI പറഞ്ഞത് ശരിയാ. എന്റെ കാർത്തു രക്ഷപ്പെട്ടു. അന്ന് അവൻ അവളോട് അപമര്യാദയെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് അവനെന്നും പറഞ്ഞു നിന്നേനെ. അവരുടെ കല്യാണവും ചിലപ്പോ നടന്നേനെ. ഏതായാലും അവൻ തന്നെ അത് നടക്കാതിരിക്കാനൊരു കാരണം ഉണ്ടാക്കി. കിട്ടട്ടെ, ഉറപ്പായിട്ടും കിട്ടണം. ഒരു സമയത്ത് അവന്റെ കയ്യില് ഒരു മുറിവ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാ മതി. അവനേക്കാളും എനിക്ക് വേദനിക്കുമായിരുന്നു. അത് പൊറുക്കുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവാറില്ല. വക്കീൽ സാറിന് അറിയില്ല. അവൻ MBBS പഠിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് പോയ സമയത്ത് ആദ്യ നാളുകളിലൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആ സമയത്തെങ്ങാണോ അവന് ഇതുപോലൊരു വിധി വന്നിരുന്നെങ്കിൽ അവന് വേണ്ടി ഞാൻ മരിച്ചേനെ. പക്ഷേ
അവൻ എനിക്ക് മുറിവുണ്ടാക്കി. പുറമേ അല്ല, ഉള്ളില്. ഒരിക്കലും കരിയാത്ത മുറിവ്. എന്നിട്ടോ ആ മുറിവിനകത്ത് മുളകുടച്ച് പുരട്ടി വീട്ടിൽ കൂട്ടാൻ. എന്നോട് അവഗണന കാട്ടിയത് പോട്ടെ, കാർത്തൂനെയും പവിത്രയും ഏതെല്ലാം രീതിയിലാണ് ദ്രോഹിച്ചത്. അവനും അവന്റെ പെണ്ണുമ്പിള്ളയും മാമിയും കൂടി. അന്നവർക്കൊപ്പം കണ്ണേട്ടന്റെ അമ്മയുണ്ടായിരുന്നല്ലോ. ദ്രോഹിച്ചവരൊക്കെ തോറ്റു മടങ്ങി വരും കണ്ണേട്ടാ, 10 മടങ്ങും. ഇവിടെ നന്നായി ജീവിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത കാലവാ. പിന്നെ ദ്രോഹിക്കുന്നവർക്ക് ചൊവ്വേ നേരെ പോവാൻ പറ്റുമോ? ഇപ്പൊ തന്നെ കാർത്തും അമ്മയൊക്കെ ഉണ്ണിയെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണമെന്ന് പറഞ്ഞപ്പോ കണ്ണേട്ടൻ എന്റെ മുമ്പിൽ ഓടിയെത്തിയില്ലേ? അതാണ് നമ്മുടെയൊക്കെ മനസ്സ്. അതൊന്നും ഇവർക്കൊന്നും അറിയില്ല. ശരിയാ സാറേ, ഇപ്പൊ ജയിലിൽ കിടക്കുന്നവരെക്കാളും മനുഷ്യത്തില്ലാത്തവരാ പുറത്തുള്ളവര് പലരും. ഉണ്ണിയുടെ പെണ്ണിന് വേണ്ടി ദീപൻ ജയിലായി. എന്നിട്ട് അവൾ അവനോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഉണ്ണിയെ കിട്ടി. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചേ? ഇപ്പൊ അവളുടെ വയറ്റിലുള്ളത് ദീപന്റെ കുഞ്ഞ്. ഇങ്ങനെ ഒരുത്തേക്കൊപ്പം ജീവിക്കുന്നവൻ ജയിലിലാവത്തില്ലേ? അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. ശരിക്കും ഈ കേസിലാവരുതായിരുന്നു അവൻ ജയിലിൽ പോകേണ്ടിയിരുന്നത്. വിജിതയെ കൊന്നിട്ട് പോണമായിരുന്നു. എങ്കിൽ അതിലൊരു അന്തസ്സുണ്ടായിരുന്നു. ചിലപ്പോ അതും സംഭവിക്കും കണ്ണേട്ടാ. നല്ലൊരു ജീവിതം മുമ്പിലുണ്ടായിരുന്നു, നശിപ്പിച്ചു കളഞ്ഞു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവിക്കട്ടെ, അനുഭവിച്ച് തീർക്കട്ടെ. നല്ലൊരു അഡ്വക്കേറ്റിനെ വെക്കാനൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടില്ല. ഇന്ന് കോടതി ഇല്ലാത്തോണ്ട് ലോക്കപ്പിൽ കഴിയേണ്ടി വരും. നാളെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നോട് ദേഷ്യമുള്ള CI പപ്പയെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചയാള്. അതുകൊണ്ട് ഇടി ശരിക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. അത് കൊടുക്കും. അങ്ങേർക്കേ ഈ കഥകളൊക്കെ അറിയാം. നീ ചെയ്തതും അവൻ ചെയ്തതും. ഇനി ഏതായാലും ജാമ്യം കിട്ടിയ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറ്റില്ല, പുറത്തിറങ്ങി നടക്കാനും. അങ്ങനെ നടന്ന മരിച്ച രോഗിയുടെ ബന്ധുക്കളെ അങ്ങേരെ മിക്കവാറും തല്ലിക്കൊല്ലും. പിന്നെ നാളെ കോടതി റിമാൻഡ് ചെയ്യട്ടെ. എടീ, ഇതൊക്കെ പറഞ്ഞാലും നിന്നെ കല്യാണം കഴിച്ച ആളല്ലേ, എന്നിട്ട് നിനക്ക് ഒരു വിഷമമില്ലേ? എനിക്കൊരു വിഷമവും ഇല്ല. അങ്ങേര് ജയിലിൽ പോയ രാത്രിയും പകലൊക്കെ എനിക്ക് ദീപേട്ടനെ കാണാലോ. എടി, നീക്കൊരു പെണ്ണാണോടി? കാമുകന് വേണ്ടി ഭർത്താക്കന്മാരെ ഒറ്റുകൊടുക്കുന്ന പല പെണ്ണുങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അവർക്കാർക്കൊന്നും ഇതുവരെ ഒരിക്കലും നല്ല ജീവിതം കിട്ടിയിട്ടില്ല. ദീപേട്ടനെ എന്റെ കാമുകനല്ല, എന്റെ കുഞ്ഞിന്റെ അച്ഛനാ. അതുകൊണ്ട് തന്നെ കഴുത്തി കിടക്കുന്ന ഈ താലിയുടെ അവകാശിയല്ല എനിക്ക് കാണേണ്ടത്. എന്റെ കുഞ്ഞിന്റെ അവകാശിയാ എന്റെ കുഞ്ഞിന്റെ അച്ഛനെ. അതുകൊണ്ടാണോ നീ വക്കീലിനെ വെക്കാത്തത്? വലിയ വക്കീലിനെ വെക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല. പിന്നെ ഇനി ബാങ്കിൽ കിടക്കുന്ന സ്വർണവും പൈസയൊക്കെ എന്റെ കുഞ്ഞിന് ചെലവാക്കാനുള്ളതാ. ബാക്കിയെല്ലാം ദീപേട്ടന് തന്നില്ലേ ഞാൻ? തരണമെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ ബാങ്കിൽ കിടക്കുന്ന സ്വർണവും പണവും വരെ നീ എനിക്ക് തരാൻ തയ്യാറായില്ലേ? എന്നിട്ടും ഞാനതൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ പിന്നെ 3.5 ഏക്കർ പറമ്പെഴുതി ഞാൻ വാങ്ങിയെങ്കിൽ അത് മനഃപൂർവ്വം തന്നെ. സന്തോഷത്തോടെയാ ഞാൻ ആ പ്രോപ്പർട്ടി ദീപേട്ടന് തന്നത്. പക്ഷേ അത് കണ്ണേട്ടന് കൊടുക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. എടി, അത് ഇപ്പോഴും എന്റെ പേര് തന്നെയാ. പിന്നെ പറമ്പ് സ്വന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ കൃഷി ഇറക്കണം, വിതയ്ക്കുന്നത് കൊയ്യാൻ കഴിയണം. ആ കണ്ണേട്ടനും പപ്പേട്ടനും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിന്റെ നേട്ടവും കിട്ടട്ടെ. ആ സംഭവം പറഞ്ഞ അമ്മ ഒരേ കരച്ചില. അവരെന്തിനടി കരയുന്നത്? നിന്റെ പപ്പ പണം ഉണ്ടാക്കിയത് എങ്ങനെയാ? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വെട്ടിച്ചും തട്ടിച്ചും. അതൊക്കെ ദാ ഈ രീതിയിൽ. ആർക്ക് ആശ്വാസമായാലും സ്വന്തം കുടുംബത്തിന് അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ദൈവം ഞങ്ങൾക്കൊരു കുട്ടിയെ തന്നില്ലല്ലോ. പ്രശ്നം നീതയുടേതാണല്ലേ? അങ്ങേര് പറഞ്ഞു കാണും എന്റെയാന്ന്. അതുകൊണ്ട് അങ്ങേർക്ക് എന്റെ അടുത്ത് ഓടി പോണെന്നുണ്ട്. യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിടിച്ചു നിൽക്കുക. നിങ്ങൾ തമ്മില് ചെറിയ പൊരുത്തക്കേടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം അറിഞ്ഞു കാണും എന്ന് വെച്ചാ എല്ലാം എല്ലാരോടും പറഞ്ഞുകൊണ്ട് നടക്കുക. അത് അങ്ങേർക്കൊരു രസമാ. സ്ത്രീകളുടെ സിമ്പതി കിട്ടിയാലല്ലേ പിന്നാലെ സ്നേഹവും വരൂ. സത്യം പറയാലോ, ഡോക്ടർ അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാ നമ്മൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങേരെ കാണാൻ ആര് വന്നാലും ഏത് സ്ത്രീകൾ വന്നാലും
ഞാൻ ഇത്രയും മാന്യമായി പെരുമാറാറില്ല. ജീവേട്ടനെ അന്വേഷിച്ചു വരുന്നവരൊക്കെ അത്തരക്കാരായിരിക്കും. എല്ലാവരെയും ഒരേ കണ്ണോടെ നോക്കണം. അങ്ങനെ നോക്കിയേ പറ്റൂ. അങ്ങേരിപ്പ നാട്ടിലേക്ക് വന്നതുപോലും പഴയ ചില ബന്ധങ്ങൾ പുതുക്കാനാണോന്ന് സംശയമുണ്ട്. അങ്ങനെ മുമ്പ് എന്തെങ്കിലും ബന്ധമുള്ളതായി നീ ഇതൊക്കെ അറിയോ? അങ്ങേരുടെ മുറപ്പെണ്ണ ഞാൻ. കുട്ടിക്കാലത്ത് തന്നെ 2 കുടുംബങ്ങളും തമ്മിൽ ബന്ധം ഉറപ്പിച്ചതാ. പക്ഷെ ഒരു സമയം വന്നപ്പോ അങ്ങേർക്ക് ഞാൻ പോരാന്നൊരു തോന്നല്. വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. ആ സമയത്ത് അങ്ങേരേതോ പെണ്ണില് കുടുങ്ങിന്നുള്ള കാര്യം ഉറപ്പാ. അത്രയ്ക്ക് വെറുപ്പായിരുന്നു എന്നോട്. ഒഴിഞ്ഞു പൊക്കൂടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോവാനൊരു ചാൻസ് വന്നപ്പോ ഞങ്ങളങ്ങ് പോയത്. അതും എന്റെ ഒരു റിലേറ്റീവിനെ കൊണ്ട് ശരിയാക്കി എടുത്തതാ. പിന്നെ കൈയോടെ ഞാനങ്ങ് കൊണ്ടുപോയി. പക്ഷേ ഇപ്പൊ തിരികെ എത്തിയപ്പോ പഴയ സ്വഭാവത്തിലേക്ക് അങ്ങേര് തിരിച്ചു പോവാണോന്നൊരു സംശയം. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സ് പതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനൊന്നും പതരാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, ഡോക്ടർക്ക് അങ്ങേരുടെ വല്ല ചരിത്രം അറിയാമോ? ഏയ്, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ മുൻപരിചയം വെച്ച് ജീവനെ കാണാൻ വന്നേ ഉള്ളൂ. കുടിക്കാൻ ചായയോ മറ്റോ? ഒന്നും വേണ്ട, ഞാൻ ഇടയ്ക്ക് വരാം. ശരി. ഓരോന്ന് അന്വേഷിച്ചു വന്നോളൂ. ഇനി ഏതെങ്കിലും അവളുമാര് പറഞ്ഞു വിട്ടതാണോ എന്തോ വിവരങ്ങൾ തിരക്കാൻ. ഡോക്ടർ ഇവിടെ ഒന്ന് കാണാൻ വന്നതാ. മിസ്സിസിനെ കണ്ടിരുന്നു. വേറൊന്നും അവരോട് പറഞ്ഞില്ല. പറയണമെന്നുണ്ടായിരുന്നു. എന്താ തന്റെ പ്രശ്നം? അന്നത്തെ ആ സംഭവം താൻ റിവൈൻഡ് ചെയ്യാനുള്ള കാരണം എന്താ? ദേവയുടെ കുഞ്ഞിനെ പറ്റി താൻ തിരക്കേണ്ട കാര്യം എന്താ? ഒരു ആകാംക്ഷ ഉണ്ടാ. എന്താ ആകാംക്ഷ? തനിക്ക് കുട്ടികളില്ലാതെ വന്നപ്പോഴാണോ കുഞ്ഞിനെ പറ്റി തനിക്ക് ബോധം വന്നത്? ചതിയനായ ഒരുത്തന്റെ കുഞ്ഞിന് ഏതെങ്കിലും ഒരു സ്ത്രീ അമ്മയാകൂ? അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കോ? എന്റെ ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ ബെഞ്ചമിനോട് പറഞ്ഞതാ വിവരങ്ങൾ ഡോക്ടറോട് തിരക്കണമെന്ന്. കഴിഞ്ഞുപോയ കഥകൾ മറന്ന് നല്ലൊരു ജീവിത ഇപ്പൊ ദേവ നയിക്കുന്നത്. അവരെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനൊപ്പം. എന്നാ തന്റെ കാര്യം അതല്ല. കുറെയൊക്കെ എനിക്കറിയാം. ഏതു നേരവും ഭർത്താവിനെ സംശയിക്കുന്ന ഒരു ഭാര്യയാണ് തനിക്കൊപ്പം ഉള്ളത്. ആ ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. താൻ ദേവയുടെ ലൈഫിലേക്ക് കടന്നു കയറിയ ദേ ഇതൊരു തുടക്കമാണ്. എന്നെ മറന്നിരുന്ന നീതയെ പരിചയപ്പെടാൻ വന്നത്. തന്റെ പോക്ക് ശരിയല്ലെങ്കിൽ ഇനി ദേവേ. എന്താ ചിന്തിച്ചോണ്ടിരുന്നത്? കാർത്തൂനെ പറ്റിയാണോ? അതെ. ഇപ്പൊ ഏതു നേരവും അത് തന്നെയാ ചിന്ത അല്ലേ? ഞാനങ്ങനെ ചിന്തിക്കാൻ ഒരുപാടുണ്ടല്ലോ ഡോക്ടർ. അല്ല, മഞ്ജു ഇപ്പൊ എവിടെയാ ട്രീറ്റ്മെന്റിന് പോകുന്നത്? ഒന്നും അറിയില്ല. ഏതോ വലിയ ഡോക്ടർ അടുക്കലാന്നാ പറഞ്ഞത്. ആളിന്റെ പേരൊന്നും പറഞ്ഞില്ലേ? ചോദിച്ചാലും പറയില്ലല്ലോ. ഇപ്പോ അമ്മ എന്തെങ്കിലും അറിയിക്കുന്നത് അവൾക്ക് പ്രശ്നം. ഏതായാലും ഇപ്പൊ കാണുന്ന ആള് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അനന്തുവിനും മഞ്ജുവിനും പ്രതീക്ഷയുണ്ട്. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കാവും അവരുടെ ശ്രദ്ധ. അതോടെ അവളുടെ സ്വഭാവം കുറച്ചൊക്കെ മാറുകയും ചെയ്യും. അല്ല, എന്താ അവള് കാണാൻ പോകുന്ന ഡോക്ടറെ പറ്റി ചോദിച്ചത്?
ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്ന് വളരെ യാദൃശ്ചികമായി മഞ്ജുവിനെ കണ്ടിരുന്നു. ആഹാ, എന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? കാറിലിരുന്നാ കണ്ടത്. അവരെന്നെ കണ്ടില്ല. എവിടെ വെച്ചാ കണ്ടത്? അത് ഞാൻ കാറിൽ വരുമ്പോ അവരെന്നെ പാസ് ചെയ്ത് പോകുന്നത് കണ്ടു. എന്ത് ചെയ്യാനാ ഡോക്ടർ, എന്റെ മക്കള് എന്നോട് മിണ്ടുന്നില്ല. കാർത്തുവിനെ താൻ സ്നേഹിക്കും തോറും മക്കളും അമ്മയും തമ്മിലുള്ള അകലം കൂടത്തേ ഉള്ളൂ. എന്ന് കരുതി എനിക്ക് എന്റെ സ്വന്തം മോളെ വിട്ടുകളയാൻ പറ്റോ? ഞാൻ ഉൾപ്പെടെ പലരും തന്നോട് പറഞ്ഞതാ അമിത ആവേശം കാണിക്കരുതെന്ന്. കാർത്തു സ്വന്തം മകളാണെന്ന് നമ്മൾ 2-3 പേർക്കേ അറിയാവൂ. ബാക്കിയുള്ളവർക്കൊന്നും ആ കഥകൾ അറിയില്ല. അവരെ കൂടി അറിയിച്ചു കൊടുക്കുന്നത് പോലെയാ തന്റെ പെരുമാറ്റം. എന്റെ മക്കൾ ഒരിക്കലും ഈ സംഭവം അറിയാൻ പാടില്ല. മിക്കവാറും അതൊക്കെ അറിയും. എങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താൻ ഈ രീതിയിൽ കൺട്രോൾ ഇല്ലാതെ പോയാ അതിനുള്ള സാധ്യതയില്ലേ? ഞാനിനി ശ്രദ്ധിച്ചു പോയിക്കൊള്ളാം. ഇനി മക്കളല്ല, ആരറിഞ്ഞാലും ആ സമയത്ത് വിവേകമുള്ള സ്ത്രീകളെ പോലെ ചിന്തിക്കണം. ഒരു കാരണവശാലും പഴയ പോലെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. മകളെ കളഞ്ഞ ശേഷം താൻ അനുഭവിച്ച കുറ്റബോധം അറിയാലോ. അതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത്. മോളെ തിരിച്ചു കിട്ടിയ സന്തോഷം ഇപ്പൊ എനിക്കുണ്ട്. അതിലേറെ ഭയവും. ഭയക്കാനുള്ള സംഭവങ്ങൾ ഇനി ഒരുപാടുണ്ടായിന്ന് വരും. അവിടെയൊക്കെ പിടിച്ചു നിൽക്കണം. എന്തായാലും ഇനി ആരൊക്കെ തന്നെ വിട്ടുപോയാലും വിട്ടുപോകാത്ത ഒരാളുണ്ട്. അത് തന്റെ മൂത്ത മോള കാർത്തു. അതുപോലെ തന്നെ അരുണും. അവരെപ്പോഴും തന്റെ അച്ഛനെ പോലെ തനിക്ക് ആശ്വാസമായിക്കോളും. ഡോക്ടർ ഒരു പാവം. അതിനോടുണ്ട് അങ്ങേരുടെ ഭാര്യ. അവർക്ക് അങ്ങേരെ ഭയങ്കര സംശയം തോന്നുന്നു. അതൊരു തോന്നലല്ല, ശരിയായ കാര്യ. അതുകൊണ്ടാ പുറത്ത് അങ്ങനെ ഒരു ബോർഡ് കാണുന്നത്. ഇതുപോലുള്ള ആൾക്കാർക്കൊപ്പം എങ്ങനെ ജീവിക്കുന്നു? എടി, അവർക്ക് കുട്ടികളില്ല. കുഴപ്പം അവരുടെ ആയിരിക്കും. നിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി. നിനക്കും എന്നെ എല്ലാ കാര്യത്തിലും സംശയമുണ്ട്. ഞാനൊന്ന് വൈകി വന്ന ഒരു പെൺകുട്ടിയോടൊന്ന് സംസാരിച്ച അത് മതി, അന്നത്തെ ദിവസം പോയി കിട്ടാൻ. ഈ ഡോക്ടറെ പോലെ അല്ലല്ലോ അനന്തുവേട്ടൻ. അത്യാവശ്യം കയ്യിലിരിപ്പൊക്കെ മോശോ. ആ, അതുകൊണ്ടായി എല്ലാവരും ഉടക്കി പിരിഞ്ഞപ്പോഴും നിനക്കൊപ്പം ഞാൻ നിൽക്കുന്നത്. ആ പിന്നെ ഈ ഡോക്ടറെ കാണുമ്പോ തന്നെ മൊത്തത്തിലൊരു ആത്മവിശ്വാസം. നമ്മുടെ കാര്യങ്ങള് നടക്കുമെന്നൊരു തോന്നല. എല്ലാ ഭാര്യമാർക്കും അവരവരുടെ ഭർത്താക്കന്മാരെയേ ഉള്ളൂ വിശ്വാസമില്ലാത്തത്. അന്യരെ കുറിച്ച് പറയാനും പുകഴ്ത്താനും 1000 നാവാ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞതല്ല. നമ്മൾ കണ്ട മറ്റു ഡോക്ടേഴ്സിനെയും ഇയാളെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. മറ്റുള്ളവരൊരു 10% പ്രതീക്ഷ തന്നിട്ടില്ല. എന്നാൽ ഇദ്ദേഹം 50% മുകളിൽ നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ശരിയാ. പക്ഷേ അവസാനം വരെ ട്രീറ്റ്മെന്റ് നടക്കണം. നടക്കാതിരിക്കാൻ എന്താണെന്നോ, എന്റെ മഞ്ജു, ആ സ്ത്രീയുടെ സ്വഭാവം കണ്ടില്ലേ? അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നാ പിന്നെ ഒരു ട്രീറ്റ്മെന്റും നടക്കത്തില്ല. സലാം പറഞ്ഞങ്ങ് പോകാം. അതുകൊണ്ട് ഞാനവരെ പിണക്കത്തില്ല. ഇത്തരക്കാരെ പിണക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് തന്നെ പിണങ്ങാനുള്ള കാരണം ഉണ്ടാക്കിക്കോളും. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ അവരെയൊക്കെ ഒരു നുകത്തി കെട്ടാം. നിങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കാൻ ഒരു പ്രത്യേക കഴിവാ. ആളുകളായിട്ട് മിങ്കിൾ ചെയ്തു പോകും. അത് കഴിയുമ്പോ അതേ കാല് പിടിച്ച് നിലത്തിടുകയും ചെയ്യും. ഞാനൊരു ജയിൽ പുള്ളി എന്ന് പറയുന്നതായിരുന്നു ഇവരുടെയൊക്കെ നാണക്കേട്. എന്നാലിപ്പോ എന്റെ മാമനും മാമിയാണ് ഇവരൊക്കെ എന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. എന്റെ അച്ഛനെ അടക്കിയ മണ്ണാ തറവാട്ടിലെ മണ്ണ്. ആ വീട്ടിൽ ഒരിക്കലും കയറി കൂടാൻ പാടില്ലാത്ത ചില ഇനങ്ങൾ കയറിപ്പോയല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ എനിക്കിപ്പോളൂ. എന്തു വേണേലും പറഞ്ഞോ, അല്ലെങ്കിൽ ആ മമ്മട്ടി എടുത്തന്നെ തലക്കടിച്ചോ, എന്നാലും കുഴപ്പമില്ല. ഉണ്ണിയെ രക്ഷിക്കണം. ഒന്നും അല്ലേലും നീ എടുത്തോണ്ട് നടന്ന കുഞ്ഞല്ലേ അവൻ. ഇന്നവൻ കുഞ്ഞല്ല, ഒരുപാട് വളർന്നുപോയി. ഇപ്പൊ അവൻ എന്റെ നെഞ്ചത്തൊന്ന് ചവിട്ടിയാലേ എനിക്ക് നന്നായിട്ട് നോവും. അത്രയ്ക്ക് മുട്ടനായി പോയി. ഇനി അവന് രക്ഷപ്പെടാനുള്ള മാർഗം അവൻ തന്നെ കണ്ടെത്തട്ടെ. നിങ്ങൾ രക്ഷിച്ചാലും ഇല്ലേലും ഒരു കാര്യം ഞാൻ പറയാം. അമ്മായിയമ്മ ഒന്ന് സൂക്ഷിച്ചോണം. ആരുടെ? കാർത്തൂന്റെ. അവരുടെ സംസാരം അത്ര ശരിയല്ല. അന്ന് കല്യാണത്തിന് ശേഷം ഇപ്പോഴാ എന്നെ കാണുന്നത്. കാർത്തൂന് എന്നോട് ദേഷ്യമില്ല, അവർക്ക് ആ ദേഷ്യം.
അങ്ങനെയുള്ള അവര് കാർത്തൂനെ എന്തൊക്കെ പറയുന്നുണ്ടാവും. അതങ്ങ് വിട്ടുകളഞ്ഞേക്കെ. അരുണിന്റെ അമ്മ സ്വന്തം മകളെ പോലെയാണ് കാർത്തൂനെ സ്നേഹിക്കുന്നത്. ഇനി ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും കണ്ടിട്ട് അവര് കാർത്തൂനെ വഴക്ക് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് അതിൽ ഒരു പരാതിയുമില്ല, കാർത്തൂനുമില്ല. നിങ്ങളെ നിങ്ങളുടെ മോടെ കാര്യം നോക്കിയാൽ മതി. അവള് പിന്നെ ഈ ലോകത്തുള്ളവരോടെല്ലാം മാലാഖയെ പോലെയല്ലേ പെരുമാറുന്നത്? അതെ അതെ, അവളും മാമിയാണ് പുണ്യാളത്തിമാര്, ബാക്കിയുള്ളവരൊക്കെ പിശാചുക്കളല്ലേ. ഞാൻ എന്റെ വിഷമം കൊണ്ട് ഉണ്ണിയുടെ കാര്യം വന്ന് പറഞ്ഞതാ. ഒന്നുമില്ലേലും എന്റെ മോള് ദാനം കൊടുത്ത പറമ്പിലല്ലേ നിങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നെന്ന് കരുതിയിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മോക്കും ഇല്ലാത്ത വിഷമം ഞങ്ങൾക്ക് എന്തിനാ? അവൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടോ അവനെ പുറത്തുകൊണ്ടുവരാൻ? അവൾ അങ്ങനെ ഒരു ജന്മമായി പോയി. എന്നാലേ ഞങ്ങൾ ഇങ്ങനെയും ചില ജന്മങ്ങളായി പോയി. ശരി ശരി, രണ്ടാക്കും നല്ലത് വരട്ടെ. മോശങ്ങളും ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. ആ മുഖം കണ്ടോ? നല്ലത് വരട്ടെ എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിൽ നമ്മൾ നശിച്ചു പോണെന്നാ. പോട്ടെ കണ്ണ, അതങ്ങനെ തന്നെയല്ലേ വരൂ. ഇതുവരെ ജോലിയൊന്നും കഴിഞ്ഞില്ലടോ? ഇല്ല സാറേ, ഒരാളിന്നിവിടെ വന്നിരുന്നു. ഇതുവരെ ഇവിടെ വരാത്തൊരാള്. അതാരാ? വിജിതയുടെ അമ്മ. അവരെന്തിനാ ഇവിടെ വന്ന്? അവരെ മരുമോന് രക്ഷിക്കണമെന്ന് പറയാൻ, ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പറയാൻ. എത്രയൊക്കെ ആയാലും കണ്ണേട്ടന്റെ അനിയനല്ലേ സാറേ. അതുകൊണ്ട് ഞങ്ങള് ഒന്നിച്ച് കളിച്ചു വളർന്നതാ. എടോ, ഇതൊക്കെ കുറെ പറഞ്ഞതാണല്ലോ. ഒന്നിച്ച് കളിച്ചു വളർന്നതാണെന്ന് തനിക്ക് മാത്രം ബോധമുണ്ടായ പോരാ, അവനും അത് തോന്നണം. പോട്ടെ സാറേ, നമ്മുടെ കൂടെ തന്നെ ഒരു വക്കീലുണ്ടല്ലോ. അഖിൽ സാറിനോട് പറഞ്ഞ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഇതാ തന്റെ കുഴപ്പം. പാല് കൊടുത്ത കൈക്ക് കൊത്തിയാലും പഠിക്കില്ല. അത് തന്നെയാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾക്കൊക്കെ നാണവും ഇല്ല മാനവും ഇല്ല. എന്തെല്ലാം ചെയ്തതാ കാർത്തൂനെയും പവിത്രയും ഒക്കെ. എന്നിട്ട് യാതൊരു കൂസലും ഇല്ലാതെ പറയാ ജയിലിൽ കിടക്കുന്നവനെ രക്ഷിക്കണമെന്ന്. ജയിലിൽ കിടക്കാൻ യോഗ്യരായിട്ടുള്ളവർ ഇപ്പൊ അവിടെ കിടക്കുന്നത്. മാമനും അനന്തരവനും ഒന്നിച്ചൊരു സെല്ലില്. എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടന് ഉണ്ണിയേട്ടനോട് സ്നേഹം ഇല്ലാതിരിക്കില്ല. അതുപോലെ വളർത്തിയതാ കണ്ണേട്ടന് ഉണ്ണിയേട്ടനെ. എന്നിട്ട് അവൻ ചെയ്തോ കണ്ണേട്ടനോട്? കള്ളക്കേസിൽ കുടിക്കപ്പോ അവൻ ഇതുപോലെ കണ്ണേട്ടൻ അന്വേഷിച്ച് ഓടി നടന്നോ? ആ സമയത്ത് ജയിലിൽ കിടക്കുന്ന ആളുടെ മുഖം മറന്നിട്ട് കരണന്റെ മോളെ കെട്ടിക്കൊണ്ട് വരെ അവൻ ചെയ്തത്. അതിനുള്ള ശിക്ഷ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ണേട്ടൻ ഉണ്ണിയോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് തന്റെ തോന്നല. ഉണ്ണി ജയിലിലായപ്പോ അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയെന്നുള്ളതാ കണ്ണേട്ടൻ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഇത് എനിക്കൊരാൾ അയച്ചു തന്ന ഫോട്ടോയാ. ഓ, എന്നിട്ട് അയാൾക്ക് ഇയാളുടെ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞു. ഇനി ഇയാളിവിടെ വരികയാണെങ്കിൽ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ആളൊരു മാന്യനാ, സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ. കാഴ്ചയ്ക്കും അങ്ങനെ തന്നെ. ഇയാളൊരു പ്രശ്നക്കാരനായതുകൊണ്ടല്ല ഞാൻ വന്ന് തിരക്കിയത്. ഇയാളെപ്പറ്റി ഒന്ന് അറിയണം, അത്രേ ഉള്ളൂ. ഇയാൾ ഒറ്റയ്ക്കാണോ വരാറ് പതിവ്? അതെ, കൂടെ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ശരി തിരുമേനി, ഞാൻ ഇടയ്ക്ക് വരാം. നിൽക്കുക, പ്രസാദം തരാം. മോൻ ഒറ്റയ്ക്കേ ഉള്ളോ? അതെ. കാർത്തൂനെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അവിടെ ഇപ്പോ അമ്മ മാത്രമല്ലേ ഉള്ളൂ മുത്തശ്ശ. അപ്പൊ അമ്മയും കൂടി കൊണ്ടുവരണം.
പിന്നെ കുറച്ചു ദിവസം അവിടെ നിന്നിട്ട് പോവാല്ലോ. ഇനി എങ്ങനെ നോക്കാം. അല്ല, മോൻ എന്താ പെട്ടെന്ന്? ജോലി സംബന്ധമായി ഇതുവഴി യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോ മുത്തശ്ശനൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. മുത്തശ്ശനത് ഇയാളെ അറിയോ? മുത്തശ്ശന് മുഖം വല്ലാതായല്ലോ. ഇയാളെ അറിയോ? ഞാനറിയില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരാളെ കാണുന്നേ. പിന്നെന്തിനാ ഫോട്ടോ കണ്ടപ്പോ മുത്തശ്ശനൊരു പതർച്ച ഉണ്ടായേ? എനിക്കൊരു പതർച്ചയില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളെ കാണുമ്പോ എന്തിനാ പതർന്നേ? അല്ല, ഇയാളെ എനിക്ക് പരിചയമുണ്ടെന്ന് മോൻ ചോദിക്കാനെന്താ കാരണം? ഒരു ദിവസം ഞാനും കാർത്തും കൂടി നാഗക്ഷേത്രത്തിൽ പോയപ്പോ ഇയാൾ അവിടെ കണ്ടിരുന്നു. അന്ന് കാർത്തു ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളിവിടെ വന്നപ്പോ അതിനെപ്പറ്റി മുത്തച്ഛനോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ മുത്തച്ഛനെ കാണിച്ച പോലെ അമ്പലത്തിലെ പൂജാരിയും ഈ ഫോട്ടോ കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഫോട്ടോയിൽ കാണുന്ന ആള് മുത്തശ്ശനെ പറ്റി ഇടയ്ക്കെപ്പോഴോ തിരക്കിയെന്ന്. എന്നെ പറ്റിയോ? ആ, ഒരു സ്വാമിനാഥൻ സാറിനെ പറ്റി അന്വേഷിച്ചത്. അത് മുത്തശ്ശനാണെന്നുള്ള കാര്യത്തില് അദ്ദേഹത്തിന് സംശയമുണ്ട്. സ്വാമിനാഥൻ എന്നുള്ള പേരിൽ പലരും അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറപ്പിച്ചത് മുത്തശ്ശനാണെന്ന് അയാളോട് പറയാൻ പൂജാരിക്ക് പറ്റിയില്ല. എങ്കിൽ അയാളോട് പറഞ്ഞേക്ക്, ആ വന്നയാള് മറ്റേതെങ്കിലും സ്വാമിനാഥനെ ആയിരിക്കും അന്വേഷിക്കുന്നതെന്ന്. ഇതിനു മുമ്പ് ഈ പറഞ്ഞയാളെ മോൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എന്റെ കാര്യം. പിന്നെ എന്തിനായിരിക്കും കാർത്തു ഇയാളെ കണ്ടപ്പോ ശ്രദ്ധിച്ചത്? ഈ ഫോട്ടോ മോൻ എവിടുന്ന കിട്ടിയേ? ഇത് കാർത്തുവിന്റെ മൊബൈലിൽ നിന്ന് കിട്ടിയതാ. എന്നിട്ട് ഇതാരാണെന്ന് മോൻ കാർത്തുവിനോട് ചോദിച്ചില്ലേ? ചോദിക്കണം. വേണ്ട മോനെ, ചിലപ്പോ മോൾക്ക് അയാളെ പറ്റി ഒന്നും അറിയാൻ കഴിയില്ല. അറിയാത്തൊരാളെ ആരെങ്കിലും മൊബൈലിൽ സേവ് ചെയ്യും? എനിക്ക് അയാളുടെ മുഖം കണ്ടിട്ട് അത്ര നല്ലവനാൻ തോന്നുന്നില്ല. അങ്ങനെ നല്ലവനല്ലാത്തൊരാളുടെ ഫോട്ടോ ഒരിക്കലും നമ്മുടെ മൊബൈലിൽ കാണാൻ പാടില്ലല്ലോ. മുത്തശ്ശൻ ഒന്നുകൂടെ ഒന്ന് നോക്ക്, ഇയാളെ പരിചയമുണ്ടോന്ന്. എന്റെ ഓർമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഒരിക്കൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറക്കില്ല. ഇയാളെ ഇതുവരെ കണ്ടിട്ടില്ല. നാഗദൈവങ്ങൾ സത്യമുള്ളവരാ. നമ്മുടെ പ്രവർത്തികൾ നല്ലതാണെങ്കിൽ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് കയറി ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഞാൻ എന്തിനു വേണ്ടിയാണ് അലയുന്നതെന്ന് കണ്ണൻ അറിയാലോ. ഇതുവരെ ഞാൻ ആഗ്രഹിച്ച ഒരാളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആരെ ഈ കാണാൻ ആഗ്രഹിക്കുന്നേ? ദേവനന്ദയോ അതോ അവരിലൂടെ നിങ്ങൾക്കുണ്ടായെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞിനെയോ? നിങ്ങൾക്ക് അങ്ങനൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. നിങ്ങളെ പോലൊരാളുടെ കുഞ്ഞിനെ അവര് ഗർഭത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ചു ഞാൻ പറഞ്ഞല്ലേ. അത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ ഓരോരുത്തരെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയ അതിന്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും. നിങ്ങൾക്ക് കുട്ടികളില്ല എന്ന് കരുതി നിങ്ങൾ സ്നേഹിച്ച പെൺകുട്ടിക്ക് നിങ്ങളുടെ ചതിയിലൂടെ ഒരു കുഞ്ഞുണ്ടായെന്ന് നിങ്ങളുടെ ഭാര്യ അറിഞ്ഞ അവർക്കത് സഹിക്കാൻ പറ്റുമോ? അത് അംഗീകരിക്കാൻ പറ്റുമോ? എന്നാ കുഞ്ഞ് അച്ഛനൊന്നും വിളിക്കണ്ട. എനിക്ക് എന്റെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് എന്ത് പ്രയോജനം? എന്റെ ഒരു ആശ്വാസത്തിന്. എന്താശ്വാസം? അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ആശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിലല്ലേ ആശ്വസിക്കാൻ പറ്റുള്ളൂ. ഇനി അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങുന്നതെങ്കിൽ വെറുതെ ഒരു പ്രയോജനമില്ല. നിങ്ങളാരും കാട്ടി തന്നില്ലെങ്കിലും അടുത്ത് തന്നെ ഒരു ദിവസം ആ കുഞ്ഞിന്റെ അടുത്തെത്താൻ കഴിയുമെന്ന് എന്റെ മനസ്സ് എന്നോട് പറയുന്നു. കണ്ണൻ നോയിക്കോ, അത് ഉടനെ സംഭവിക്കും. നിങ്ങളെ പലരും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ അമ്പലത്തിൽ വെച്ച്. ദേവനന്ദി അവിടെ വരാറുണ്ട്. ഇനി അവിടെ വെച്ച് അങ്ങനെ നിങ്ങളെ അവര് കണ്ടാലോ? ഇടയ്ക്ക് എന്നോട് അവർ ചോദിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. നിങ്ങളെ എങ്ങനെങ്കിലും കൊന്നു തരാൻ പറ്റുമെന്നാ ചോദ്യം.
അത്രയും വെറുക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് നിങ്ങൾ എന്തിനാ വെറുതെ കടന്നു വരുന്നത്? അന്ന് വീട്ടിൽ വന്നപ്പോഴാണ് കണ്ണനെ ഞാൻ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് ദേവനന്ദയോ എന്റെ അനിയനോ കണ്ണനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്ന് തൊട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും എനിക്കറിയില്ല. ബന്ധങ്ങളൊക്കെ വളരാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ ഡോക്ടറെ. മനുഷ്യനെ മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഞാനും നിങ്ങളുടെ അനിയനും തമ്മിൽ പരിചയപ്പെട്ടത് ജയിലിൽ വെച്ചാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങള് പക്ഷെ പരസ്പരം മനസ്സിലാക്കി. അവന് വീടില്ല, കൂടില്ല, കൂടപ്പറപ്പുകളില്ല. എന്നാൽ അതിനേക്കാൾ മൂല്യമുള്ള പല ആൾക്കാരും അവന് കണ്ടെത്താൻ കഴിഞ്ഞു. അത് അവന്റെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടാ. സത്യം പറഞ്ഞ ജയിൽ പുള്ളിയായിരുന്ന അനിയൻ ഏട്ടന് അപമാനമല്ല, ശരിക്കും അവൻ അപമാനം നിങ്ങളാ. ഇവിടെ സ്നേഹിച്ച പെൺകുട്ടിയാ അവനെ കത്തിച്ചളഞ്ഞത്. എന്നാ നിങ്ങളോ സ്നേഹിച്ച പെണ്ണിനെ, അതും നിങ്ങളാൽ അമ്മയാകാൻ പോയ പെണ്ണിനെ ചുട്ടുകളഞ്ഞു. എന്നിട്ടാ ഇപ്പം ഞാൻ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ് തെക്ക് വടക്ക് കിടന്ന് ഓടുന്നേ. നിങ്ങളെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കാ വേണ്ടേ? അതിനുള്ള അവസരം ദൈവത്തെ ഓർത്ത് നിങ്ങളായിട്ടുണ്ടാക്കരുത്. ഇവിടെ ഇപ്പൊ ഉണ്ണേട്ടനില്ല. എന്നാൽ എന്തൊരു ഡിമാൻഡാ, വിളിച്ചാലും വരത്തില്ല. നിന്റെ ഭർത്താവ് ഇവിടെ ഇല്ലാത്തപ്പോ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ശരിയാണോടി? ഓ, അങ്ങനെ വരാത്ത പോലെ. ഇപ്പൊ പകലും രാത്രിയും ഒക്കെ വരാം. ഇവിടെ വേണമെങ്കിൽ 1-2 ദിവസം താമസിക്കുകയും ചെയ്യാം. എന്നിട്ട് വിളിച്ചാ പോലും എടുക്കത്തില്ല. നിന്റെ ഭർത്താവ് ജയിലിൽ പോയപ്പോ നിനക്ക് വലിയ ആശ്വാസമായെന്ന് നീ പറഞ്ഞപ്പോ നിന്നോട് ദേഷ്യം തോന്നി? ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, ഉള്ളതാ പറഞ്ഞത്. അയാൾ ഇവിടെ ഉള്ളപ്പോ അയാളെ പേടിക്കണമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യം എനിക്കില്ല. നിനക്കെല്ലാവരും നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയണം. അവരത് ഉണ്ണിയെ അറിയിക്കണം. അതിനാണ് ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തുന്നത്. ആണെന്ന് കൂട്ടിക്കോ. ഈ രീതിയിൽ ദീപേട്ടൻ എന്നെ അവഗണിച്ച നാട്ടുകാരായിരിക്കില്ല. ഞാൻ തന്നെ പറയും ഉണ്ണിയേട്ടനോട് നമ്മൾ തമ്മില് അടുപ്പമാണെന്ന്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ദീപേട്ടന്റെ ആണെന്ന്. നീ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അതൊന്നും ഇവിടെ ചെലവാവേയില്ല. ഇത് ഭീഷണിയല്ല, ഞാൻ മടുത്തു. കേട്ടല്ലോ? പിന്നെ ഒരു കാരണവശാലും എനിക്ക് തന്നൊരു വാക്കുണ്ടല്ലോ, അത് നീ തെറ്റിക്കരുത്. ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഉണ്ണി അറിയരുത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ അവനും ഞാനും നിനക്ക് കാണില്ല. വേണ്ട, ഇടയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോ വന്നാ മതി. അതുകൂടെ ഇല്ലാതാക്കിയ പിന്നെ ഞാനൊന്നും ചിന്തിക്കില്ല. ഉണ്ണേട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞിരിക്കും. ആ ബന്ധം പിരിയും. ഇന്നത്തെ ദിവസം പോണ്ട ദീപേട്ടാ. ഒരു ദിവസം ഇവിടെ താമസിക്കേ. വേണ്ട വേണ്ട, ഉണ്ണി വന്നിട്ടുണ്ട്. എവിടെയും ഒളിക്ക്. കട്ടിലടി കയറിക്കോ. എവിടെ കട്ടിലടി കയറി. ബാത്റൂമിലേക്ക് പോകണ്ട. അവൻ വന്ന് ആദ്യം പോകുന്ന അവിടോട്ടായിരിക്കും. നോക്കിട്ട് വരാം.
ദീപട്ട കേറ് കേറാൻ. മാമേന്ദ്രൻ എന്നെ കണ്ടപ്പോ ഓടിയത്. അയ്യോ, നീ എന്നെ കണ്ടായിരുന്നോ മോനെ? നീ വന്ന സന്തോഷത്തിലെ ഉണ്ണി വന്നേന്ന് വിജിതയോട് പറയാൻ ഓടിയതാ. എന്റെ മക്കളെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. 10-14 ദിവസം ജയിലിൽ കിടന്നുള്ളൂ, പിന്നെ എന്ത് ക്ഷീണിക്കാനാ? ഇവിടുന്ന് കൊണ്ടുപോയപ്പോ പോലീസുകാർ നല്ല തല്ല് തല്ലിയായിരുന്നു. അതിന്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ട്. കൊണ്ടി ചോരയില്ലാത്ത പോലീസുകാരാ. ആ സിയാണ് കുഴപ്പക്കാരൻ. അവന് നമ്മളെ ഒന്നും കണ്ണെടുത്താ കണ്ടൂടാ. വിജിതയോടും കരുണമാമനോടുള്ള ദേഷ്യമാ അയാൾ എന്നോട് തീർത്തത്. പക്ഷെ അതിലും എനിക്ക് വേദനിച്ചു, എന്റെ ഭാര്യ ജയിലിൽ കാണാൻ വരാതിരുന്നതിൽ. അവൾക്ക് ഒരു ദിവസമെങ്കിലും അവിടേക്ക് വരായിരുന്നു മാമി. നീ പോയ ശേഷം കരഞ്ഞു കരഞ്ഞ് അവളൊരു കോലമായി. മോളെ, നീ ഇങ്ങനെ കരഞ്ഞ കുഞ്ഞിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ മടുത്തു. ഇടയ്ക്ക് ആത്മഹത്യ ചെയ്യൂന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതു നേരവും തൊട്ടും തലോടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആ ദീപനെ പോയി കണ്ടിട്ടേ, മോനെ നീ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വന്ന് അവളോട് മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവൻ 1-2 തവണയൊക്കെ വന്ന് അവളെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കി. അതുപോലെ മോനെ ജാമ്യത്തിലിറക്കാൻ ആ അഖിൽ വക്കീലിനോട് പറയാന്നും പറഞ്ഞു. അഖിൽ വക്കീല കോടതിയിൽ എനിക്ക് വേണ്ടി ഹാജരായത് ആ ദീപം പറഞ്ഞിട്ടല്ലേ? പിന്നല്ലാതെ. പക്ഷെ അയാള് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പറഞ്ഞത് കണ്ണേട്ടന് വരണമൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചെന്നാ. അത് കള്ളവാ മോനെ. ദീപനായിരുന്നു അതിന്റെയൊക്കെ പിന്നില്. അയാളെ പോലെ ഒരാള് കള്ളം പറയുന്നു തോന്നുന്നില്ല മാമി. എന്തായാലും മോൻ പുറത്ത് കടന്നല്ലോ. ഇനി എന്റെ മോക്ക് മനസമാധാനത്തോടെ കഴിയാലോ. നീ പോയപ്പോഴാ അവക്ക് മനസ്സിലായത് നിന്നെ കാണാതെ ഒരു ദിവസം പോലും അവക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. എന്റെ അവസ്ഥ അതായിരുന്നു. ഒറ്റയ്ക്കുള്ളവരുടെ മോള് വന്നില്ലേ? ഇല്ല, അപ്പച്ചി വീട്ടിൽ വന്നിട്ടുണ്ട്. ഓ, പിന്നെ വരില്ലല്ലോ. അതിനെപ്പറ്റി തന്നെ ചോദിക്കാനാണ് ഞാൻ വന്നത്. മുമ്പ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാ. എങ്കിലും ഇപ്പൊ ഇത്തിരി സംശയം കൂടി. ഒരിക്കലും സ്വന്തം മക്കളെ അപ്പച്ചി ഇതുപോലെ മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പോ അവരെ മറന്ന മട്ട. അങ്ങനെ സ്വന്തം മക്കളെ പരിഗണിക്കാതെ കാർത്തൂനെ അപ്പച്ചി സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല. ഇതേ ചോദ്യം ഒരുപാട് തവണ ഞാനും ചോദിച്ചു കഴിഞ്ഞു കണ്ണേട്ടനോട്. അതിന് ഞാനെങ്ങനെ മറുപടി പറയാനടി? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് അരുണിന്റെ അപ്പച്ചിയാ. അത് ശരിയാ. പക്ഷെ കണ്ണേട്ടനോട് ഈ ചോദ്യം ചോദിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. കണ്ണേട്ടനെ കണ്ട ശേഷമാണ് അപ്പച്ചിക്ക് മാറ്റം ഉണ്ടായത്. കാർത്തൂനെ അരുൺ കല്യാണം കഴിച്ചോണ്ട് പോയ ശേഷം അപ്പച്ചിയുടെ നിഴലിനെ പോലും പേടിയായിരുന്നു ഞങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് കാർത്തൂന്. അവസാനം കണ്ണേട്ടൻ വന്ന് കാർത്തൂനെ ഇവിടെ വിളിച്ചോണ്ട് വരികയും ചെയ്തല്ലോ. എന്നാ അതിനൊക്കെ ശേഷം കണ്ണേട്ടനെ കണ്ടുകഴിഞ്ഞ് അപ്പച്ചിയുടെ സ്വഭാവം മാറിപ്പോയി. അങ്ങനെ മാറുന്ന കൂട്ടത്തിലല്ല അപ്പച്ചി. അപ്പോ കണ്ണേട്ടനും അപ്പച്ചിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. നേരത്തെ പരിചയമുണ്ട്. പക്ഷെ അത് എവിടെ വെച്ചാണെന്നും എങ്ങനെയാണെന്നും ചോദിക്കരുതെന്നും ഞാൻ അന്നേ പറഞ്ഞതാ. എന്റെ മനസ്സിൽ പല സംശയങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്.
അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കാർത്തു ഇപ്പൊ എന്റെ അടുത്ത് പലതും മറയ്ക്കുക. ഏയ്, കാർത്തു അങ്ങനെ അരുണിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ സാധ്യതയില്ല. അതായിരുന്നു എന്റെ ധാരണ. പക്ഷെ ഇപ്പൊ അതിനെ മാറ്റം വന്നോണ്ടിരിക്കുക. കാർത്തു മാത്രമല്ല, കണ്ണേട്ടനും പറയാനുള്ള എന്തോ മനസ്സിൽ വെച്ചോണ്ട് നടക്ക. ശരിയാ അനുബന്ധ, ഞങ്ങൾ ആരും പ്രശ്നക്കാരല്ലല്ലോ അവരുടെ. എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും. ആ കാരണം തേടിയാ ഞാനിപ്പോ നടക്കുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിനന്ന് ഏടത്തെയും മാളിന് ഒഴിവാക്കിയിട്ടാ അപ്പച്ചി മുത്തശ്ശനെ വീട്ടിലേക്ക് വന്നത്. അത് കാർത്തുള്ളതുകൊണ്ടാ. അന്ന് കാർത്തുവിനെ അപ്പച്ചി സ്നേഹിക്കുന്ന കണ്ടപ്പോ ഒരമ്മ മകളെ സ്നേഹിക്കുന്ന പോലെ തോന്നിയത്. ഒരിക്കലും ഒരു പെൺകുട്ടിയോടും ഇത്രയും സ്നേഹം അപ്പച്ചി കാണിച്ചിട്ടില്ല. അവര് തമ്മിലുള്ള ബന്ധം ദൈവികമായിട്ടുള്ള ബന്ധമാണ്. നാഗത്തന്മാരെ അവരെ തമ്മിൽ ഇത്ര അടുപ്പിച്ചത്. അപ്പച്ചി മാത്രമല്ല, മുത്തശ്ശനും കാർത്തുവിനും സ്നേഹിക്കായിരുന്നു. സത്യം പറഞ്ഞ അന്നവിടെ ചെന്നപ്പോ ഞാൻ ഔട്ടായി. അവര് രണ്ടാളും കാർത്തുവിനങ്ങ് ഏറ്റെടുത്തു. പവിത്രടുത്തി എന്തോ ഇതിനിടയിൽ പുകയുന്നുണ്ട്. അത് ഈ നിൽക്കുന്ന കണ്ണേട്ടനെ അറിയൂ, പിന്നെ എന്റെ അപ്പച്ചിക്ക് മുത്തശ്ശനൊക്കെ. ഇടയ്ക്ക് കണ്ണേട്ടന്റെ അമ്മ ചോദിച്ചു കാർത്തുവിനോടുള്ള അപ്പച്ചിയുടെ സ്നേഹം കണ്ടിട്ട്, ഇനിയന്ന് കാർത്തുവിനെ കാട്ടിക്കളഞ്ഞ അമ്മ അരുണിന്റെ അപ്പച്ചിയാണോന്ന്. ഈ പോക്ക് കണ്ടു കഴിഞ്ഞാ ആർക്കായാലും അങ്ങനെ തോന്നും. അരുണിന്റെ അപ്പച്ചി അങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുമ്പോ, അങ്ങനെയാണെങ്കിൽ അരുണിന്റെ അമ്മ അത് അറിയാതിരിക്കോ? വെറുതെ മണ്ടത്തരം വിളിച്ചു പറയല്ലേ രണ്ടാളും കൂടെ. ഈ മണ്ടത്തരത്തിലൊരു സത്യമുണ്ട് കണ്ണേട്ട. അതെന്തായാലും ഉടനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കാം. എന്തായാലും കാർത്തുവുമായിട്ട് ഞാനൊരു സമരത്തിലാ. അയാൾ പറയേണ്ട ചില കാര്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അതത്ര നല്ല ശീലമല്ലല്ലോ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അരുണേ? ഏയ്, അങ്ങനൊന്നുമില്ല. എങ്കിലും വിഷമമുണ്ട് എനിക്ക്, അറിയിക്കേണ്ടത് തന്നെ അറിയിക്കാത്തതിന്. സാറേ, കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അങ്ങനെ കഴിക്കാതെ പോവാറില്ലല്ലോ. ഇവിടെ പതിവെല്ലാം തെറ്റുമല്ലേ? എന്തിനാ കഴിക്കുന്നത്? എന്താ എന്താ അരുണേ? ഭക്ഷണം വേണ്ടെന്നാ പറയുന്നേ. നിനക്ക് എന്താ അരുണേ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നല്ല വിശപ്പില്ല, അതുകൊണ്ട് ഭക്ഷണം വേണ്ട. കടയിൽ പോയിട്ട് കഴിക്കൂ. വിശപ്പില്ലാത്ത ആൾക്ക് എവിടെ പോയാലും ഭക്ഷണം ഇറങ്ങില്ല. നീ എന്തിനാ അരുണേ മോളോട് ഇങ്ങനെ ചൂടാവുന്നത്? അതിന്റെ കാരണമൊക്കെ ഇയാൾക്കറിയാം. മോളൊന്നും പറയുന്നില്ലല്ലോ. പറയുന്നില്ല, അതാ പ്രശ്നം. ഞാനും ചോദിക്കുന്നുണ്ട് ഓരോന്ന്, എന്നിട്ട് എനിക്ക് തരേണ്ട മറുപടി തരുന്നില്ല. അങ്ങനെ പോയതൊക്കെ ആവർത്തിക്കപ്പെടും. ഭക്ഷണമൊക്കെ ഇനി ഇവിടുന്ന് കഴിക്കുന്ന കുറവായിരിക്കും. കണ്ണനും പവിത്രയൊന്നും നിങ്ങൾ തമ്മിൽ പിണങ്ങിന്നറിഞ്ഞാൽ സഹിക്കില്ല. എന്റെ ഭാഗത്ത് വ്യക്തമായൊരു കാരണം ഉണ്ടെങ്കിൽ പിന്നെ ആര് പിണങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും മോൾ അവനിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അത് അവനോട് പറയാൻ ഞാൻ പറഞ്ഞല്ലോ. മോളെ, അരുണിന്റെ സ്വഭാവം മോക്ക് നന്നായിട്ട് അറിയാലോ. അവന് മോളെന്ന് വെച്ച ജീവനാ. അങ്ങനെയുള്ള അവൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നെങ്കിൽ അതിൽ അവന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അത് സമ്മതിച്ചല്ലോ. എങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ടതാണെങ്കിൽ അതങ്ങ് തീർത്തുകൂടെ? പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പറയാൻ പറ്റുമോ അമ്മേ? അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭർത്താവിനോട് പറയണമെന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റാരോടും പറയേണ്ട കാര്യമില്ല, എന്നോട് പോലും. ഞാൻ ആകെ വിഷമത്തിലാ അമ്മേ. ആ വിഷമം മാറണമെങ്കിൽ മോള് മനസ്സ് തുറക്കണം. അരുണിനോട് പറയേണ്ടതൊക്കെ പറയണം. എന്താ, മോള് പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ കേട്ടാ മോളെ അവൻ തള്ളിക്കളയോ? ഞാനത് പറയാത്തത് മറ്റു ചിലർക്ക് വേണ്ടിയാ. ആർക്കു വേണ്ടിയാണെങ്കിലും ശരി, സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടാവരുത് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്.
മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അരുൺ പിണങ്ങിയ മോൾക്കത് സഹിക്കാനാവില്ല. അല്ലെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണെങ്കിൽ അവർക്കിടയിൽ ഒരു ചെറിയ പിണക്കം മതി. അത് രണ്ടാൾക്ക് സഹിക്കാൻ പറ്റില്ല. മോൾ ഇതുവരെ അരുണിനോട് സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതില് ചെറിയൊരു മാറ്റം വന്നതുകൊണ്ടാ അവൻ ഇങ്ങനെ കലിതുള്ളി പോകുന്നത്. അല്ലെങ്കിൽ അവന്റെ സ്വഭാവം എനിക്കറിയാം. അങ്ങനെ ആരോടും വഴക്കു കൂടുന്ന പ്രകൃതക്കാരനല്ല അവൻ. ആ, എന്തായാലും മോള് വന്നിരിക്കെ, കഴിക്കാം. എനിക്ക് വേണ്ടമ്മേ. മോക്ക് വേണ്ടെങ്കിൽ ഞാനും കഴിക്കില്ല. ആ, പറയെടുത്തി. ഞാനിങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. നീ എത്രയും പെട്ടെന്ന് അരുണിനെ ഒന്ന് വിളിക്കണം ദേവേ. അവൻ എന്തോ കാർത്തുവിനോട് അകൽച്ചയുണ്ട്. എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അരുൺ കാർത്തുവിനോട് പിണങ്ങിയെന്നോ? അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. കാർത്തു ആകെ വിഷമത്തില. അവന് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും കാർത്തു ചെയ്യില്ലല്ലോ. ചെയ്തില്ല, ചെയ്തിട്ടുമില്ല. പിന്നെന്തിനാ അവനിങ്ങനെ പിണക്കം കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടുത്തി അവനോട് കുറച്ച് സീരിയസ് ആയിട്ട് ചോദിക്കാത്തതെന്താ? ഞാൻ ചോദിച്ചല്ലോ, എന്നിട്ട് എന്നോടൊന്നും പറയുന്നില്ല. കാർത്തുവിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അവൻ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചോന്ന്. ഇല്ലെന്നാ കാർത്തു പറയുന്നത്. പിന്നെ എന്താ ഇപ്പൊ പറ്റിയേ? എനിക്കറിയില്ല. കുട്ടികള് തമ്മിൽ ദേഷ്യത്തോടെ പിണങ്ങി നടന്ന അത് കാണുന്ന നമുക്കല്ലേ വിഷമം. ഞാൻ അവനെ വിളിച്ചോളാം. എന്നിട്ട് ഉടനെ തന്നെ കാണുകയും ചെയ്യും. നിനക്കറിയാലോ ദേവേ, കാർത്തു ഒരു പാവ. അരുൺ പിണങ്ങി നടക്കുന്നത് ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അത് അതിന്റെ മുഖം കണ്ടാൽ അറിയാം. എടുത്തി മൊബൈല് വെച്ചോ. ഞാൻ എന്താ അവരെ പ്രശ്നമെന്ന് അറിഞ്ഞോളാം. ശരി.